അതേപോലെ എനിക്ക് ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഞങ്ങൾ എന്താണ് ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണ് എന്ന് പറയാറുണ്ട്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളിൽ എത്ര പേര് കല്യാണം ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്? പടച്ചോന്റെ സിംഹാസനം പോലും വിറ കൊള്ളും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഡിവോഴ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു ആളെ സ്വീകരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സിനെ വേണ്ടി ചിന്തിക്കുന്നത്? അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഞങ്ങൾ ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ അവിടെ ഭാഗത്തിരുന്നോളാം. അത് റസൂലുള്ള ശപിച്ചത്. പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും വിറ കൊള്ളുന്ന അത്രയും വലിയ പാപം ഞങ്ങൾ ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട്, ഡിവോഴ്സ് ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട്. നോർമലി എല്ലാവരും. അപ്പോ ഈ അവർക്ക് എന്താണ് പരിഹാരം ഉള്ളത്? അപ്പൊ ദൈവം ഉണ്ടല്ലോ, ദൈവം ഇപ്പൊ എനിക്ക് എന്താ തെറ്റ്. ഇപ്പൊ നീ നിങ്ങളുടെ എക്സ് വൈഫ് എവിടെ നിന്ന് എന്താ അറിയാവോ? ഇല്ല കോണ്ടാക്ട് ഒന്നുമില്ല. കോണ്ടാക്ട് ഇല്ല. നീ ഏതോ പറഞ്ഞല്ലേ ഏതോ ഹെൽപ്പ് ചെയ്തെന്ന്, എന്താ ഹെൽപ്പ്? അല്ല, ഞാൻ പഠിപ്പിച്ചു, അത്ര വിദ്യാഭ്യാസം കുറച്ച് പഠിപ്പിച്ചു, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിട്ട്, അങ്ങനെ മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞത്. അപ്പൊ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിയണവരെ, ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞ നമ്മളെ വൈഫാണല്ലോ മുസ്ലിംസിൽ. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു 2 years 3 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിന്. അതെന്താ കല്യാണം എന്താ നിക്കാഹ് എന്താ? അത് ഇവിടെ നമ്മുടെ നാട്ടില് നമ്മൾ പൊതുവെ ഇപ്പോൾ തലേ ദിവസം നിക്കാഹ്, കല്യാണം പിറ്റേ ദിവസം അങ്ങനെ ഉണ്ടാവാറുണ്ട്. മറ്റേത് പണ്ട് ഉറപ്പിച്ച് വെക്കാന്ന് പറയും. ഓ, അത് വലീമ അല്ല, അതിന് നിക്കാഹ് ഇത് വെക്കും ചിലവര്. ഇപ്പൊ പെൺകുട്ടികൾ പഠിക്കണം എന്നുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ വിദേശത്തായിരുന്നു, അപ്പൊ ആ കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അവളെ നിക്കാഹ് കഴിച്ചു, പള്ളിയിൽ പോയിട്ട് നിക്കാഹ് കഴിച്ചു, മഹറിട്ടു, ആ ഫംഗ്ഷൻ തീർന്നു, ഭാര്യയായി. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഫംഗ്ഷൻ എല്ലാം വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാനാണ് പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. ആഷിനെ അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലേ, അതിനെ കുറിച്ച് എന്തെങ്കിലും കാരണം അതിന് കുറേ നിനക്ക് ബാഡ് നെയിമായി, അതുകൊണ്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? എനിക്ക് എന്നെ അറിയുന്നവർക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളത്. പിന്നെ ഉമ്മ അങ്ങനെ വന്ന് സംസാരിച്ചത് എനിക്ക് വിഷമമുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം കുറച്ച് ഉമ്മ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മാൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. അതിപ്പോൾ ഉമ്മാൻ്റെ സ്ഥാനത്ത് എൻ്റെ ഉമ്മയാണെങ്കിലും ഈ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മയും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ആഷയുടെ ഉമ്മയും ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് എന്താ പറയുക, ഉമ്മ ഒന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് നമ്മളിപ്പോൾ എത്ര നമ്മൾ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഉമ്മയായതുകൊണ്ട്. ഇനി ഒരു കാര്യം ഉമ്മയ്ക്ക് ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ വിചാരം എന്താന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നീ ഇല്ല, ഇപ്പോൾ നീ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണായി. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും പെണ്ണിൻ്റെ ഫീലിങ്സും മനസ്സിലാവും. അതെ, തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ അത് ഇപ്പോൾ ഇല്ല, ഇതിന് മുമ്പേ ആക്ച്വലി നിന്റെ മൈൻഡ്, നിന്റെ ഹാർട്ട് പെണ്ണിൻ്റെയാ. അപ്പോൾ നിനക്ക് ഇതൊക്കെ ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഈ ലവ് ഇനി ആശിഷിനെ മാതിരി ഒരു ആൾ കിട്ടുന്നില്ല എന്ന പേടിയിലാണ് നീ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് സത്യം. അത് വൺ ഡേ അത് ഉമ്മയ്ക്ക് അത് മനസ്സിലാവും. അതിക്ക് വേണ്ടി അത് ഞാൻ പറഞ്ഞത്, ഞാനും എൻ്റെ ഉമ്മയും ഞങ്ങളെ തമ്മിലുള്ള റിലേഷന് എതിർപ്പായിരുന്നു ആദ്യം. അപ്പോൾ ഉമ്മ ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് കുറച്ച് ഓക്കെ ആയത്, പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ചും കൂടെ ഓക്കെ ആയത് ഞങ്ങളെ സ്നേഹം കണ്ടതിന് ശേഷം. അപ്പോൾ ആഷിയുടെ ഉമ്മ ഞങ്ങളെ സ്നേഹം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അമ്മക്ക് അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഷിനെയാണ് എങ്ങനെ നോക്കുന്നത്. ശരിക്കും ഞാൻ ആഷിനെ എങ്ങനെ നോക്കുന്നത് എന്നുള്ളത് ഉമ്മ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഉമ്മ അത് പറയില്ല. കാരണം അത്രയും ഞാൻ നന്നായിട്ട് ആഷിനെ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത് പോലെ, ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പോലെ ഇടയ്ക്ക് കുറെ പൊട്ടലും ചീറ്റലൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതില്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഞങ്ങള് തല്ലുകൂടാറേ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പോകാന്നല്ല, അത് വളരെ ചുമ്മാ പറയുന്നതാണ്. ഞങ്ങളും ഇടയ്ക്ക് പിണക്കുണ്ടാവാറുണ്ട്, ചില സൗന്ദര്യ പിണക്കുണ്ടാവാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇറങ്ങി പോവാറുണ്ട്, ആഷി കൂടെ വരാറുണ്ട്, പോലെ വരും. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങോട്ട് കൊണ്ട് തല്ല് കൂടാറുണ്ട്, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ചായയിൽ ഞാൻ ചിലപ്പോൾ പഞ്ചസാരക്ക് പകരം ഞാൻ ഉപ്പിട്ട് കൊടുക്കും, തമാശക്ക്. അവനും ഇതേപോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യും, പ്രാങ്ക് ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നോർമലി നടക്കുന്ന പോലെ ഒരു ഞങ്ങൾക്ക് പിന്നീട് ഓർത്തിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ കാണുന്നുള്ളൂ. ജാസിന് ഏറ്റവും ഒരു റിഗ്രറ്റ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? വൺ തിങ് ദാറ്റ് യു റിഗ്രറ്റ്? അങ്ങനെ ഒന്ന് കല്യാണം, രണ്ടാമത് ഞാൻ വെറുതെ എക്സ്പ്ലനേഷൻ എന്തിനാ കൊടുക്കുന്നതെന്നുള്ളത് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്തിനാ വെറുതെ പറയുന്നവരത് പറയട്ടെ, എന്തിനാണ് ഞാനതിപ്പോൾ ഈ ഉമ്മാൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കുറേ കാര്യങ്ങളാണെങ്കിലും ഇവർ പറയുന്ന എല്ലാ കളവിനും ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടേയിരിക്കും.
എവിടെ ഇൻസ്റ്റാല് ഇൻസ്റ്റയിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇവൻ ആഷി പറയും, നീ എന്തിനാ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, നിന്നെ അറിയുന്നവർക്ക് അറിയാലോ, നീ ഇത് വന്ന് പറഞ്ഞ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ആഷി പറയും. എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ ആൾക്കാർ പറയും. അപ്പൊ ഞാൻ കുറേയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തത് വേണ്ടായിരുന്നു, എന്തിനാ വെറുതെ അത് അങ്ങനെ വിട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ ഇമ്മാന്റെ സീനാണെങ്കിലും അല്ലെങ്കിൽ മുമ്പ് ഈ ലുലുവിന്റെ കാര്യം, അതൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഞാൻ ഒന്നും കൊടുക്കണ്ട, അത് അങ്ങനെ ചുമ്മാ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ അവിടുത്തെ ഒരു ഗ്യാങ്ങും പിന്നെ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ഗ്യാങ്ങും ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ ബാഡ് കമൻസ് വരികയും അവിടെ നിന്ന് നിങ്ങൾ തിരിച്ച് ബാഡ് കമൻസ് കൊടുക്കുന്നതും അത് എന്തായിരുന്നു അപ്പൊ പ്രശ്നം? ഇത് അത് എന്താണ്, നോർമലി ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാം കിട എന്നുള്ള ഒരു വാക്ക് അതിനാണ് തുടങ്ങിയത്. ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് ഇത് ഇത്രയും തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എനിക്ക് ഇങ്ങനെ ശ്രുതി എന്താണ് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഓൾറെഡി ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറയുന്ന ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഭയങ്കര വിഷമമായി. എനിക്കിങ്ങനെ എല്ലാവരും വന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ അങ്ങനെ അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈവൻ അവർ എനിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ ഫൈൻ. അപ്പോൾ എനിക്കത് വിഷമമായപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയല്ലേ, കാരണം അത് അവനക്ക് വിഷമമാവുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എന്ത് റൈറ്റ് ആണുള്ളതെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു. അങ്ങനെയാണ് സീനാവുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ എന്താണ് വീടിന് താഴത്ത് പോയിട്ട് ഇവർ കുറേ ബാഡ് കമൻറ്റ് ഇട്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ് കമൻറ്റ് ഇട്ടു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവ് ആയോ? അത് പിന്നെ പറഞ്ഞ് സോൾവ് ആക്കി. അവിടെ ജയിലിലുണ്ടായിരുന്നു? ജയിലിലുണ്ടായിരുന്നു. അത് ഞാൻ എത്ര ദിവസം? അത് 27 ദിവസം. പിന്നെ ബെയിലെടുത്തു. എനിക്ക് ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നത് ദുബായിൽ ഞാൻ ബാനാണ്. ദുബായിൽ എനിക്ക് ബാനൊന്നുമില്ല. ഞാൻ ദുബായിൽ ജയിലിൽ കിടന്നത് വിസയുടെ പ്രശ്നം കൊണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു ടീം എന്നെ എന്താണ് ജോലിക്ക് എടുത്തിട്ട് അവരെനിക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ട് വിസിറ്റിങ്ങിലായിരുന്നു എന്നെ അവിടെ ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിസിറ്റിങ്ങിൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു വട്ടം ചെക്കിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ പ്രശ്നത്തിലായിപ്പോയത്. അതുകൊണ്ടാണ് UAE ജയിലിൽ വന്നത്. ഇപ്പോഴും വേണമെങ്കിൽ ദുബായിൽ എനിക്ക് പോവാം. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തുകൊണ്ട് എനിക്ക് ഇനി ദുബായിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ എൻ്റെ പാസ്പോർട്ട് എല്ലാം ചേഞ്ച് ചെയ്ത് ഫീമെയിലേക്ക് ആക്കണം, അല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആഷി പോവാറുണ്ടല്ലോ ഇടയ്ക്ക്. ആഷി പോവാറുണ്ട്. പിന്നെ അവിടെ ഓൾറെഡി സ്റ്റാഫ് ഉണ്ട്. പിന്നെ നമ്മുടെ പാർട്ട്ണർ ഓൾറെഡി അവിടെ ഉണ്ട്, അജീഷേട്ടൻ ഉണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫ്യൂച്ചർ നീ എന്താ ആലോചിക്കുന്നുണ്ട്? ഫ്യൂച്ചറിൽ 5 years 10 years ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ അത്യാവശ്യം റീൽസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുന്ന ആളാണ്. ഭാവിയിൽ ചിലപ്പോൾ ഞാനൊരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങും. പിന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ നോക്കുന്നത്, ഇപ്പോൾ ഈവൻ പെണ്ണുങ്ങൾ എൻ്റെ വീഡിയോ നോക്കുന്നത് എൻ്റെ കോസ്റ്റ്യൂമിന് വേണ്ടി നോക്കാറുണ്ട്. ജാസ്ത്ര പുതിയ പുതിയ കോസ്റ്റ്യൂംസുകൾ ഏതാ, ചുരിദാറുകൾ ഏതാ, സാരി ഏതാ നോക്കാറുണ്ട്. അപ്പോൾ മേ ബി ഞങ്ങളിപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ ആശയം കൂട്ടി ഒരു ബുട്ടിക്ക് ഞങ്ങളിപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും വെച്ചിട്ട് ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തട്ടുകട, ഒരു കുഞ്ഞു തട്ടുകട, ഒരു റെസ്റ്റോറൻ്റ് ഒന്നല്ല, നല്ല ലൈവായിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ മറ്റേ ഇതില്ലേ, സൈക്കിൾ പോലത്തെ ഇതിൽ ഓംലെറ്റ്, തട്ടുകട, അങ്ങനെ ഇഡ്ഡലി, ദോശ, സാമ്പാർ എല്ലാം എൻ്റെ കൈകൊണ്ട് അടിപൊളി ദോശ, സാമ്പാർ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു കുഞ്ഞൊരു നൈറ്റ് മാത്രം ഓപ്പൺ ആക്കുന്ന ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്, നല്ല വൈബായിട്ട് നിൽക്കുന്ന കുറച്ച് ചെറിയ ആൾക്കാരൊക്കെ വെച്ചിട്ട് തുടങ്ങാൻ ഭയങ്കര ഇതുണ്ട്. അതൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. ഇനിയിപ്പോൾ ഭാവിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്.